CPIM റെഡ് സ്റ്റാർ വോയ്സിലെ എല്ലാ സഖാക്കൾക്കും എൻ്റെ വിപ്ലവാഭിവാദ്യങ്ങൾ. നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്ന ക്ലാസിൻ്റെ വിഷയം മാർക്സിയൻ ദർശനം എന്നാണെന്ന് സഖാക്കളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. മാർക്സിയൻ ദർശനം ക്ലാസ് ഈ വാട്സപ്പ് ഓൺലൈനിലൂടെ എത്രമാത്രം ഗ്രഹിക്കാൻ സഖാക്കൾക്ക് സാധിക്കും എന്ന് എനിക്ക് നിശ്ചയമില്ല. ഏതായാലും ഇങ്ങനെ ഒരു സംരംഭത്തിന് മുൻകൈയെടുത്ത റെഡ് സ്റ്റാർ വോയ്സിൻ്റെ ഭാരവാഹികളെയും സഖാക്കളെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ ഗഹനമായ എന്നാൽ അതിലളിതമായ ഒരു വിഷയമാണ് മാർക്സിയൻ ദർശനം എന്നത്. നിങ്ങളെല്ലാം ഒരുപാട് ക്ലാസ്സുകൾ കേട്ടിട്ടുള്ള സഖാക്കളാണ്. അതും EMS അക്കാദമിയിലടക്കം പാട്യം ഗോപാലൻ പഠന ഗവേഷണ കേന്ദ്രത്തിലടക്കം ക്ലാസ്സുകൾ നയിക്കുന്ന അതിപ്രഗത്ഭമതികളിൽ നിന്നുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനാവട്ടെ അവരുടെയെല്ലാം ക്ലാസ് കേട്ട് കണ്ണൂർ ജില്ലയിലെ ലോക്കൽ അടിസ്ഥാനത്തിലും ഏരിയ അടിസ്ഥാനത്തിലും ഒക്കെയുള്ള ക്ലാസ്സുകൾ എടുക്കാൻ പോയി എന്ന അനുഭവം മാത്രമേ എന്നെ സംബന്ധിച്ചുള്ളൂ. ഇത്തരം ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ വലിയ പരിചയവുമില്ല. ആവുന്നത്ര ലളിതമായി ഈ വിഷയം സംസാരിക്കാൻ ഞാൻ ശ്രമിക്കാം. മാർക്സിയൻ ദർശനം എന്താണ്? ഈ ദർശനം പൊതുവെ ദർശനത്തിന് കാഴ്ചപ്പാട് എന്നോ വീക്ഷണമെന്നോ ഒക്കെ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ കാഴ്ചപ്പാടും വീക്ഷണവും ഒക്കെ ഉണ്ടാകുന്നത് മനുഷ്യൻ്റെ ചിന്തയിൽ നിന്നാണ്. മനുഷ്യൻ ഒരു സാമൂഹ്യ ജീവിയാണ്. സമൂഹമായിട്ടേ മനുഷ്യന് ജീവിക്കാൻ വേണ്ടി സാധിക്കും. ഒറ്റയ്ക്കുള്ള ജീവിതം സാധ്യമല്ല. സാമൂഹ്യ ജീവിയായിട്ടുള്ള മനുഷ്യനെക്കുറിച്ചും ചുറ്റുപാടിനെക്കുറിച്ചും പരസ്പര ബന്ധത്തെക്കുറിച്ചും മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചടക്കമുള്ള അന്വേഷണങ്ങളിൽ നിന്നാണ് ദർശനങ്ങൾ രൂപപ്പെടുന്നത്. കണ്ടെത്താനുള്ള ത്വര ആദികാലം മുതൽ മനുഷ്യന് ഉണ്ടായി. എന്തുകൊണ്ട് രാവും പകലും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഉദിക്കുന്നു അസ്തമിക്കുന്നു? എന്തുകൊണ്ട്? മഴ പെയ്യുന്നു, കാറ്റ് വീശുന്നു, തീ കത്തുന്നു. പ്രകൃതി പ്രതിഭാസങ്ങളെല്ലാത്തിനെക്കുറിച്ചും ഉള്ള അന്വേഷണങ്ങളിൽ നിന്നുമാണ് കണ്ടെത്തലുകളും അറിവും ഉണ്ടാകുന്നത്. അതിലൂടെയാണ് ദാർശനികന്മാരും ദർശനങ്ങളും ഉണ്ടാകുന്നത്. മാർക്സിന് മുമ്പുള്ള എല്ലാ ദാർശനികന്മാരും ചരിത്രത്തെയും സാമൂഹ്യ വ്യവസ്ഥകളെയും വ്യാഖ്യാനിക്കുകയായിരുന്നുവെങ്കിൽ മാർക്സ് ചരിത്രം മാറുമെന്നും പുതിയ ചരിത്രം രചിക്കാമെന്നും തെളിയിച്ച ദാർശനികനാണ്. മാർക്സിസ്റ്റ് ദർശനത്തെപ്പറ്റി പഠിക്കാൻ ഒരുപാട് പുസ്തകങ്ങൾ ലഭ്യമാണ്. ഏറ്റവും ലളിതമായി മാർക്സിസ്റ്റ് ദർശനം പഠിക്കുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പുസ്തകം മാർക്സിസ്റ്റ് ദർശനം എന്ന പേരിൽ MS ദേവദാസ് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിന് EMS ആണ് അവതാരിക എഴുതിയത്. അവതാരികയിൽ സഖാവ് EMS പറഞ്ഞു, മാർക്സിസം ലെനിനിസത്തിൻ്റെ അടിസ്ഥാനപരമായ പ്രപഞ്ചവീക്ഷണം എന്തെന്നും അത് നമ്മുടെ നിത്യജീവിതത്തെ ഏതെല്ലാം വിധത്തിൽ ബാധിക്കുന്നുവെന്നും
വിശദമായി വിവരിക്കുകയാണ് ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. മാർക്സ്, ഏംഗൽസ്, ലെനിൻ മുതലായ ആചാര്യന്മാർ വികസിപ്പിച്ചെടുത്ത സിദ്ധാന്തങ്ങൾ കഴിയുന്നത്ര ലളിതമായി ഈ ഗ്രന്ഥം വിവരിക്കുന്നു. മാത്രമല്ല, ഭാരതീയ ദർശനങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് ഇന്ന് ലോകത്തിൽ പ്രചാരത്തിലുള്ള ബൂർഷ്വാ ദർശനങ്ങളെ അടക്കം വിമർശനപരമായി പരിശോധിക്കുന്ന ഗ്രന്ഥം എന്ന പ്രത്യേകത ഇതിനുണ്ട്. ഗ്രീക്ക്, റോമൻ, ഭാരതീയ ദർശനങ്ങളെ വളരെ സമഗ്രമായി പരിശോധിച്ചുകൊണ്ടാണ് മാർക്സിസ്റ്റ് ദർശനമെന്ന ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. ഭാരതീയ ദർശനങ്ങളെ വിശകലനം ചെയ്യുന്ന ഈ പുസ്തകം വാസ്തവത്തിൽ മാർക്സിസ്റ്റുകാരെ സംബന്ധിച്ച് എതിരാളികൾ പ്രചരിപ്പിക്കുന്ന എല്ലാ വാദമുഖങ്ങളെയും ഖണ്ഡിക്കുന്നു. എന്താ നമ്മളെ സംബന്ധിച്ച് എതിരാളികൾ പ്രചരിപ്പിക്കുന്നത്? നമ്മൾ ദേശവിരുദ്ധരാണ്, നമുക്ക് ദേശീയ പാരമ്പര്യമില്ല, ദേശീയ വീക്ഷണമില്ല, നമ്മൾ സാർവദേശീയ വീക്ഷണക്കാരാണ്. എന്നാൽ അതല്ല എന്നും ഭാരതീയ ദർശനങ്ങളെ ശരിയായ വിധത്തിൽ മനസ്സിലാക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരെന്നും ഈ പുസ്തകം വിവരിക്കുന്നു. ഭാരതീയ ദർശനങ്ങൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ഷഡ്ദർശനങ്ങൾ എന്നാണ് അറിയപ്പെടുക. ഷഡ്ദർശനങ്ങൾ എന്നാൽ സാഖ്യം, യോഗം, ന്യായം, വൈശേഷ്യം, ഉത്തരമീമാംസ, പൂർവമീമാംസ, അതായത് വേദവും വേദാന്തവും, ഇങ്ങനെ ഷഡ്ദർശനങ്ങൾ. ആ ഷഡ്ദർശനങ്ങൾ എന്തെന്നും ഏതെന്നും അതിൽ വാസ്തവത്തിൽ വേദവും വേദാന്തവും ഒഴിച്ചുള്ള എല്ലാ ദർശനങ്ങളും ഭൗതികവാദപരമാണെന്നും സമർത്ഥിക്കുകയാണ് ഈ പുസ്തകത്തിലൂടെ ദേവദാസ് ചെയ്തിട്ടുള്ളത്. മനുഷ്യ ജീവിതത്തെക്കുറിച്ചും ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചും രണ്ടും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ചും സ്വതവേ മനുഷ്യർക്കെല്ലാവർക്കും വ്യത്യസ്ത രൂപങ്ങളാണെങ്കിലും അസാമാന്യ വീക്ഷണത്തെയാണ് നാം സാധാരണ അർത്ഥത്തിൽ ദർശനം അഥവാ ഫിലോസഫി എന്ന് പറയുന്നത്. ദർശനങ്ങൾ പൊതുവെ രണ്ട് തരമാണ്. ഒന്ന് ആശയവാദം, ദൈവികത, അതീന്ദ്രിയ തലം, അതാണ് ആശയവാദത്തിലുള്ളത്. രണ്ടാമത്തെ ഭാഗം ഭൗതികവാദമാണ്. യുക്തിപരതയിൽ അധിഷ്ഠിതമാണ് ഭൗതികവാദം. ആശയവാദം പൊതുവെ മതപ്രചാരകളെല്ലാം പറഞ്ഞിട്ടുള്ളത്, പ്രത്യേകിച്ച് ഹിന്ദുമതം ഉദ്ഘോഷിക്കുന്നത് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം എന്നതാണ്. എല്ലാം മായയാണ്, ഒന്നും ഉള്ളതല്ല, മിഥ്യയാണ്, തോന്നുന്നതാണ് നമുക്കിതെല്ലാം ഉണ്ട് എന്നുള്ളത്. ഈ കാണുന്ന സർവചരാചരങ്ങളും ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണ്, ഉള്ളതല്ല, മായയാണ്. ഇനി ക്രിസ്തുമതം എടുത്താലോ, ക്രിസ്തുമതം ഈ ലൗകിക ജീവിതമാകെ ക്ലേശഭൂയിഷ്ടം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഓരോ മതം എടുത്താലും എല്ലാ മതങ്ങളും പൊതുവിൽ ആശയവാദപരമായി സമർത്ഥിക്കുന്നത് ഈ ലോകം ഉള്ളതല്ല, ഇതെല്ലാം നമുക്ക് തോന്നലാണ്. അപ്പോൾ ഭൗതികവാദികൾ പറയുന്നു ഇതെല്ലാം ഉള്ളതാണ്, മായയൊന്നുമല്ല, എല്ലാം ഉള്ളതാണ്, നിലനിൽക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ ചലനമോ അതിൻ്റെ മാറ്റമോ കാണാൻ ഭൗതികവാദികളും തയ്യാറല്ല. ഇവിടെയാണ് മാർക്സിന് പ്രസക്തി വരുന്നത്. ഈ ആശയവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രചരിപ്പിക്കുന്ന വാദങ്ങളെ ഒന്നും പുച്ഛിച്ച് തള്ളാൻ പാടില്ലെന്ന് മാർക്സ് ഉദ്ഘോഷിക്കുന്നു. എന്തെന്നാൽ അവയിലൊക്കെ ഏതെങ്കിലും ഒരു തരം ജീവിത വീക്ഷണം അല്ലെങ്കിൽ പ്രപഞ്ച വീക്ഷണം ഉണ്ട്. മാർക്സിൻ്റെ പ്രപഞ്ച വീക്ഷണമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. വൈരുദ്ധ്യാത്മക ഭൗതികവാദം ലളിതമായി പഠിക്കാൻ രണ്ട് പുസ്തകം ഞാൻ നിർദ്ദേശിക്കാം. ഒന്ന്
MP പരമേശ്വരൻ്റെ അതേ പേരിലുള്ള ഒരു പുസ്തകം, വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന പേരിൽ തന്നെയുള്ള ഒരു കൊച്ചു പുസ്തകം MP പരമേശ്വരൻ. അതുപോലെ തന്നെ വളരെ ചെറിയ ഒരു പുസ്തകം EMSൻ്റെ മാർക്സിസത്തിൻ്റെ ബാലപാഠങ്ങൾ. ഇത് രണ്ടും വായിച്ചാൽ സാമാന്യ അർത്ഥത്തിൽ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിലേക്ക് മാർക്സ് എത്തിച്ചേർന്നത്? അത് പരിശോധിക്കുന്നതിന് മുമ്പ് നമുക്ക് മാർക്സിനെ കുറിച്ച് പഠിക്കണം. മാർക്സ് 1818 മെയ് 5 വക്കീൽ ഹെൻറിച്ച് മാർക്സിൻ്റെയും ഹെൻറീത്തയുടെയും മകനായി ജർമ്മനിയിലെ ട്രയറിൽ ജനിച്ചു. 1883 മാർച്ച് 14 ലണ്ടനിൽ വെച്ച് മരണപ്പെട്ടു. 65 വർഷത്തെ സംഭവബഹുലമായ ജീവിതമാണ് കാൾ മാർക്സിന് ഉള്ളത്. മാർക്സിൻ്റെ ജീവചരിത്രം ഒരുപാട് പേരെഴുതിയിട്ടുണ്ട്. ധാരാളം പുസ്തകങ്ങൾ മലയാളത്തിലുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്നത് പോലെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ആദ്യമായി മലയാളത്തിൽ മാർക്സിൻ്റെ ജീവചരിത്രം എഴുതിയ മഹാൻ. സമഗ്രമായി മാർക്സിനെ പഠിക്കാൻ കാൾ മാർക്സിൻ്റെ ജീവചരിത്രം എന്ന പേരിൽ തന്നെ ഉള്ള ഹൈൻറിച്ച് ഗെംകോവ് എന്ന ലോകപ്രശസ്ത ചരിത്രകാരൻ്റെ പുസ്തകം മലയാളത്തിൽ ലഭ്യമാണ്. വി അരവിന്ദാക്ഷനും PGയും KEK നമ്പൂതിരി MP പരമേശ്വരൻ എന്നിവർ ചേർന്ന് വിവർത്തനം ചെയ്ത് ചിന്ത പ്രസിദ്ധീകരിച്ച ആ പുസ്തകം വായിച്ചാൽ നമുക്ക് മാർക്സിനെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കിട്ടും. ഹെൻറിച്ച് ഗെംകോവ് ദാർശനികരുടെ ദാർശനികൻ എന്നും വിപ്ലവകാരികളുടെ വിപ്ലവകാരി എന്നും മാർക്സിനെ വിശേഷിപ്പിച്ചു. മാർക്സിസ്റ്റിൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലം, അക്കാലത്താണ് അദ്ദേഹത്തിൻ്റെ ആത്മമിത്രമായ ഫ്രെഡറിക് ഏംഗൽസുമായി കൂട്ടുകൂടുന്നത്. ഏംഗൽസുമായി ചേർന്നാണ് അദ്ദേഹം പഠിക്കാൻ തുടങ്ങുന്നത്, ചരിത്രത്തെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അക്കാലത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന ഏറ്റവും വലിയ ഒരാശയമായിരുന്നു ഹെഗലിൻ്റെ ആശയവാദം. മാർക്സും ഏംഗൽസും 1844 മുതൽ യുവ ഹെഗേലിയന്മാർ എന്നറിയപ്പെട്ടു. ഹെഗൽ ആരാണ്? ഹെഗൽ ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗൽ 1710 ജനിച്ച് 1831 മരണമടഞ്ഞ ശാസ്ത്രകാരനാണ് ജോർജ് വില്യം ഫ്രെഡറിക് ഹെഗൽ. മാർക്സിൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണം ഓജസ്വിയായ ചിന്തകൻ എന്നാണ്. അഭിമാനത്തോടെയാണ് അദ്ദേഹത്തിൻ്റെ ശിഷ്യനായത് എന്നും മാർക്സ് പറഞ്ഞു വെക്കുകയുണ്ടായി. ഹെഗലിന് പ്രചോദനമായത് ഇമ്മാനുവൽ കാന്റ്, ജർമ്മൻ പുതിയ ആത്മീയവാദത്തിൻ്റെ ഉപജ്ഞാതാവ്, ദാർശനികൻ, 1724 ജനിച്ച് 1804 മരണമടഞ്ഞയാളാണ് ഇമ്മാനുവൽ. അദ്ദേഹമാണ് ഹെഗലിൻ്റെ ഗുരുനാഥൻ. ഇങ്ങനെ ഹെഗലിൽ എത്തിച്ചേർന്ന മാർക്സും ഏംഗൽസും അവർ ഹെഗലിൻ്റെ ദർശനങ്ങളെ ശരിയായി വിശകലനം ചെയ്യുകയും ജർമ്മൻ പ്രത്യയശാസ്ത്രം എന്ന ഒരു ഗ്രന്ഥരചന നടത്തുകയും ചെയ്തു. ഇതേസമയം ഭൗതികവാദ രംഗത്ത് ഉയർന്നു നിന്ന ഒരു വ്യക്തിത്വമായിരുന്നു ഫെയർബാഗിൻ്റേത്. ഈ ഭൗതികവാദ ചിന്തകളും മാർക്സ് നന്നായി പഠിച്ചു. ഫെയർബാഗിൻ്റെ തീസിസുകൾ എന്ന ഒരു ഗ്രന്ഥവും മാർക്സും ഏംഗൽസും ചേർന്ന് രചിക്കുകയുണ്ടായി. ഇവർ പരിശോധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആശയമാണോ ഭൗതിക വസ്തുക്കളാണോ
പ്രധാനമെന്ന ചോദ്യത്തെയാണ് ഇവർ നേരിട്ടത്. ഈ ചോദ്യമാണ് അക്കാലത്ത് മുഴങ്ങിയത്. ഏതാണ് ആദ്യം? ഏതാണ് പ്രാഥമികം? ആശയമാണോ ഭൗതികമാണോ? ഭൗതിക വസ്തുക്കൾ തന്നെയാണ് പ്രധാനം എന്നതിൽ സംശയമില്ല. അതുകൊണ്ട് മാർക്സ് ഒരു ഭൗതികവാദിയാണ്. ആശയങ്ങൾ രൂപപ്പെടണമെങ്കിൽ ഒരു ഭൗതിക വസ്തു, തലച്ചോറ് അത്യാവശ്യമാണ്. നോക്കൂ, ആശയങ്ങൾ വരുന്നത് എങ്ങനെയാണ്? ചിന്തയിലൂടെയാണ്. ചിന്തിക്കണമെങ്കിൽ എന്തു വേണം? തലച്ചോറ് വേണം. തലച്ചോറ് ഒരു ഭൗതിക വസ്തുവാണ്. അപ്പോൾ ഈ ഭൗതിക വസ്തുവിൽ നിന്നാണ് ആശയങ്ങൾ രൂപപ്പെടുന്നത് എന്നുള്ളതിനാൽ ഭൗതികമാണ് പ്രധാനം എന്ന് മാർക്സും ഏംഗൽസും എത്തിച്ചേർന്നു. ആശയവാദിയായ ഹെഗൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് അംഗീകരിക്കുന്നു. വിരുദ്ധ ശക്തികളുടെ ഏറ്റുമുട്ടലാണ് മാറ്റത്തിന് കാരണമെന്നും ഹെഗൽ സമർത്ഥിച്ചു. എന്നാൽ ഈ ഏറ്റുമുട്ടൽ നടക്കുന്നത് ഭൗതിക വസ്തുവിലാണ് എന്ന് മാർക്സ് തിരുത്തി. ഭൗതികവാദികളിൽ നിന്ന് ഭൗതികവാദ കാഴ്ചപ്പാടും ആശയവാദികളിൽ നിന്നും വൈരുദ്ധ്യവാദ കാഴ്ചപ്പാടും സ്വീകരിച്ചുകൊണ്ട് മാർക്സ് രൂപം നൽകിയ പുതിയ ദർശനമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദം. മാർക്സിയൻ ദർശനം രൂപപ്പെടുന്നത് അങ്ങനെയാണ്. തത്വശാസ്ത്ര മണ്ഡലത്തിൽ അന്നേവരെ ഉണ്ടായിട്ടുള്ള എല്ലാ അറിവുകളെയും സ്വാംശീകരിച്ചുകൊണ്ടും ശാസ്ത്രരംഗത്ത് അന്നുണ്ടായിരുന്ന അറിവുകൾ ഉൾക്കൊണ്ടുമാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനം രൂപപ്പെടുത്തിയത്. ആശയവാദത്തിൻ്റെ കാതൽ വൈരുദ്ധ്യവാദമാണെന്ന കണ്ടെത്തലും ഭൗതികവാദ പ്രപഞ്ചവീക്ഷണവും ചേർത്തതാണ് വൈരുദ്ധ്യാത്മക ഭൗതികവാദ ദർശനം. പ്രാഥമികം ഭൗതിക വസ്തുക്കൾ തന്നെയാണ്. ഭൗതിക വസ്തുക്കളുടെ ഒരു സ്വഭാവ വിശേഷണമാണ് ചലനവും മാറ്റവും. ചുറ്റുമുള്ള ലോകം ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. നമുക്ക് ചുറ്റുമുള്ള പ്രപഞ്ചം സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു. സൂര്യചന്ദ്രന്മാരടങ്ങുന്ന നക്ഷത്ര സമൂഹം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. കാറ്റാവട്ടെ വീശിക്കൊണ്ടിരിക്കുന്നു. നദികൾ ഒഴുകുകയാണ്. ചെടികളും ജീവജാലങ്ങളും ജനിക്കുന്നു, വളരുന്നു, ജീർണിക്കുന്നു, നശിക്കുന്നു. സദാ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി ഇടയ്ക്ക് വിശ്രമിക്കുന്നത് പോലെയാണ് സ്ഥിരത എന്ന് പറയുന്നത്. അവയുടെ മേൽ ബലം പ്രയോഗിച്ചാൽ അത് വീണ്ടും ചലിച്ചു തുടങ്ങും. ബലം പല വിധത്തിലും പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. ചിലപ്പോൾ പൊട്ടിത്തെറിക്കും, ആകർഷിച്ച് അടുപ്പിക്കും, ചിലപ്പോൾ അകലും. നെഗറ്റീവും പോസിറ്റീവും ചാർജുകൾ വൈദ്യുതിയിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുന്നത് എന്ന് നമുക്കറിയാം. രണ്ട് പോസിറ്റീവ് തമ്മിൽ അകലും. ഈ ചലനാത്മകത സമൂഹത്തിനും ബാധകമാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, ജീവിത രീതികൾ, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ, ആശയങ്ങൾ എന്നിവയെല്ലാം തുടർച്ചയായി മാറുന്നുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഓരോ തലമുറയിലും മനുഷ്യരിൽ വരുന്ന മാറ്റം അപാരം, അവർണ്ണനീയം എന്ന് വിശേഷിപ്പിക്കാം. ഇനി നമുക്ക് സാമൂഹ്യ വ്യവസ്ഥകളെ കുറിച്ച് പരിശോധിക്കാം. നാളിതുവരെയുള്ള മനുഷ്യരാശിയുടെ ചരിത്രം വർഗസമര ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചുകൊണ്ട് മാർക്സും ഏംഗൽസും എഴുതി വെച്ചു. ജർമ്മൻ പതിപ്പിനുള്ള രണ്ടാം പതിപ്പിൻ്റെ മുഖവുരയിൽ ഈ പ്രസ്താവനക്ക് ഒരു ചെറിയ തിരുത്തൽ ഏംഗൽസ് മാർക്സിൻ്റെ സമ്മതത്തോടെ വരുത്തി. നാളിതുവരെയുള്ള മനുഷ്യരാശിയുടെ എഴുതപ്പെട്ട ചരിത്രം വർഗസമര ചരിത്രമാണെന്ന്
തിരുത്തി. ലിഖിത ചരിത്രം, എഴുതപ്പെടാത്ത ചരിത്രമല്ല, എഴുതപ്പെട്ട ചരിത്രമാണ് വർഗസമരത്തിൻ്റെ ചരിത്രം എന്നാക്കി മാറ്റി. ആധുനിക മനുഷ്യൻ്റെ ചരിത്രം ഏതാണ്ട് 60,000 വർഷങ്ങൾ എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഒരു 10,000 തലമുറകൾ കഴിഞ്ഞുപോയി എന്നർത്ഥം. ശരാശരി ഒരു 60 വയസ്സ് വരെ മാത്രമേ ആദ്യകാലത്തൊക്കെ മനുഷ്യർ ജീവിച്ചിരുന്നുള്ളൂ. അതിൽ കുറവാണ് ആദ്യത്തെയൊക്കെ ആയുസ് എന്ന് പറയുന്നത്. ശരാശരി 60 വർഷം എടുക്കാൻ പറ്റും. അപ്പം ആ നിലക്ക് ഒരു 10,000 തലമുറ കഴിഞ്ഞു പോയിട്ടുണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. എങ്ങനെയാണ് ഈ പ്രപഞ്ചമുണ്ടായത്? ഇതൊരു ചോദ്യമാണല്ലേ. എങ്ങനെയാണ് പ്രപഞ്ചം ഉണ്ടായത്? ഞാൻ വളരെ ചെറിയ പ്രായത്തിലൊരു കഥാപ്രസംഗം കേട്ടിട്ടുണ്ട്, ഓച്ചിർ രാമചന്ദ്രൻ്റെ പുതിയ സൂര്യനെതിരെ. അതിലൊരു കുട്ടി മുത്തച്ഛനോട് ചോദിക്കുന്നുണ്ട്, ഈ ഭൂമി എങ്ങനെയുണ്ടായി, നമ്മുടെ ഭൂമിക്ക് എത്ര വയസ്സായി, ഭൂമി എന്നുണ്ടായി, ഇങ്ങനെ തുടങ്ങിയിട്ടൊരു ചോദ്യം ചോദിക്കുന്ന ഒരു കുസൃതി കുട്ടി. രസകരമാണ് ആ ചോദ്യം. ഉത്തരവും നമുക്ക് എളുപ്പത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നില്ല. എങ്ങനെ ഭൂമി ഉണ്ടായി? ഈ ഭൂമി ഉൾപ്പെടുന്ന പ്രപഞ്ചത്തെ ഒരു മുട്ടയായിട്ടാണ് ഡാർവിൻ ഉപമിച്ചത്. ബ്രഹ്മാണ്ടം എന്ന മുട്ട. അത് പൊട്ടിയാണ് ഈ കാണുന്ന സർവചരാചരങ്ങളും ഉണ്ടായതെന്നാണ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. ഡാർവിൻ മാർസിൻ്റെ ഏതാണ്ട് അതേ കാലത്ത് ജീവിച്ച ആളാണ്. 1809 അദ്ദേഹത്തിൻ്റെ ജനനം. മാർസിനേക്കാളും കുറച്ച് മുന്നേ. 1882 മരണം. മാർസിന് 1 വർഷം മുന്നേ. അപ്പോൾ ഈ നിലക്ക് പരിണാമ സിദ്ധാന്തം, ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം നമുക്കെല്ലാം അറിയാം. ചാൾസ് ഡാർവിൻ്റെ പരിണാമ സിദ്ധാന്തം. അത് ഗൗരവമായി മാർസ് പഠിക്കുന്നുണ്ട് ആ സിദ്ധാന്തം. അത് പഠിച്ചുകൊണ്ട് ഏംഗൽസ് ഒരു പുസ്തകം എഴുതി. വാനരനിൽ നിന്നും നരനിലേക്ക് അധ്വാനത്തിൻ്റെ പങ്ക് എന്ന ഏംഗൽസിൻ്റെ പുസ്തകം വളരെ പ്രസിദ്ധമാണ്. അത് വായിക്കണം, നമ്മളെല്ലാവരും വായിക്കണം. ചെറിയ പുസ്തകമാണ്, അധ്വാനത്തിൻ്റെ പങ്ക്. ആദ്യത്തെ മനുഷ്യൻ്റെ വ്യവസ്ഥക്ക് മാർസും ഏംഗൽസും ചേർന്നൊരു പേരിട്ടു, പ്രാകൃത കമ്മ്യൂണിസം. പ്രാകൃത കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവിടെ അധികാരികളില്ല, ഭരിക്കുന്നവനും ഭരിക്കപ്പെടുന്നവനും എന്ന വ്യത്യാസമില്ല, വർഗങ്ങളില്ല. വർഗരഹിതമായൊരു സമുദായം. സ്വതന്ത്രമായി അവർക്ക് നടക്കാം, സഞ്ചരിക്കാം. ഗണചേർന്നും ഇരതേടിയും അവർ ജീവിച്ചു. സ്വതന്ത്രമായി ജീവിച്ചു. എവിടെയും പോകാം. വിസ വേണ്ട, പാസ്പോർട്ട് വേണ്ട, ഒന്നും വേണ്ട. ഭരണകൂടങ്ങളില്ല. ആ വ്യവസ്ഥ ക്രമേണ പുരോഗതി പ്രാപിക്കുകയാണ്. പച്ചമാംസം തിന്ന മനുഷ്യൻ കാട്ടുതീ വന്ന് വെന്ത മാംസങ്ങൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് രുചിയേറെയുണ്ടെന്ന് മനസ്സിലാക്കി. ഫലങ്ങളും കിഴങ്ങുകളും തിന്ന മനുഷ്യൻ കാട്ടിൽ വന്ന് ആ പഴങ്ങളും കിഴങ്ങുകളും ചുട്ടപ്പോൾ അതിന് രുചിയേറെയുണ്ടെന്ന് മനസ്സിലാക്കി. വേവിച്ച് കഴിക്കുക എന്നിടത്തേക്കെത്തി. തീയുണ്ടാക്കാൻ പഠിച്ചു, വേവിക്കാൻ പഠിച്ചു. ഒറ്റക്കൊറ്റക്ക് ഇര തേടിയാൽ കിട്ടുന്നതിനേക്കാളും കൂട്ടായി ഇര തേടിയാൽ കിട്ടും എന്ന് മനുഷ്യൻ പഠിച്ചു. അതുമുതൽ മനുഷ്യൻ സാമൂഹ്യ ജീവിയാവാനും തുടങ്ങി. ഗോത്രങ്ങളുണ്ടായി, ഗോത്ര സമൂഹങ്ങളുണ്ടായി. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കി വെക്കാൻ തുടങ്ങി. ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കാൻ തുടങ്ങി. ചില ക്ഷാമകാലം വന്നു. ഒരു ഗോത്രത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, മറ്റൊരു ഗോത്രത്തിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സാധന സാമഗ്രികളുണ്ട്. അങ്ങോട്ട് പോയി ചോദിച്ചു, കൊടുക്കാൻ തയ്യാറല്ല.
അപ്പോൾ ആക്രമണോത്സുകരായി പിടിച്ചെടുത്തു, ആക്രമിച്ച് കീഴ്പ്പെടുത്തി പിടിച്ചെടുത്തു. ജയിച്ചവർ ഉടമയായി, തോറ്റവർ അടിമയായി. ഇങ്ങനെ ഗോത്രത്തിന് തലവന്മാരുണ്ടായി, പിടിച്ചെടുക്കലുണ്ടായി, കീഴ്പ്പെടുത്തലുണ്ടായി, അടിമകളും ഉടമകളും ഉണ്ടായി. ഒരു സാമൂഹ്യ വ്യവസ്ഥ ജനിക്കുകയാണ്, അടിമ ഉടമ വ്യവസ്ഥ. ആ വ്യവസ്ഥയും പടിപടിയായി മുന്നേറുകയാണ്. ആ വ്യവസ്ഥയ്ക്ക് കീഴിൽ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നു, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഉണ്ടാകുന്നു, വിനിമയങ്ങൾ ഉണ്ടാകുന്നു. ഒരു ഉടമ കുറേ സമൂഹത്തെ അടക്കി ഭരിക്കുന്നു. ക്രമേണ ക്രമേണ അത് ഒരു പ്രദേശങ്ങളായി മാറുന്നു. ഒരു പ്രദേശം ഒരു ഉടമക്ക് എന്ന നിലക്ക് വരുന്നു. അങ്ങനെ അടിമ ഉടമ വ്യവസ്ഥ പുരോഗമിക്കുകയാണ്. ഉൽപാദനം നല്ലപോലെ വർദ്ധിക്കുകയാണ്. കൃഷിയെല്ലാം തുടങ്ങുകയാണ്. കാർഷിക ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയാണ്. മെല്ലെ മെല്ലെ വസ്ത്രങ്ങൾ ഉണ്ടാവുകയാണ്. അങ്ങനെ സമൂഹം പുരോഗമിച്ച് പോകുന്നു. ഓരോ തലവന്മാരും അവരവരുടെ ഉടമയുടെ വിസ്തൃതി വർദ്ധിപ്പിക്കുന്നു. രാജ്യങ്ങളായി അത് മാറുന്നു. അങ്ങനെ വരുമ്പോൾ അത് ഒരു നാടുവാഴി ഗണത്തിലേക്ക് മാറുന്നു. പതിയെ പതിയെ ഫ്യൂഡലിസം, നാടുവാഴിത്തം എന്ന പുതിയ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് അത് മാറുന്നു. രാജാക്കന്മാരുണ്ടാകുന്നു, രാജ്യമുണ്ടാകുന്നു, രാജാക്കന്മാരുണ്ടാകുന്നു. സമൂഹം വലിയ നിലക്ക് പുരോഗമിക്കുകയാണ് ഈ വ്യവസ്ഥയിൽ. പട്ടണങ്ങൾ ഉണ്ടാകുന്നു, വിനിമയമുണ്ടാകുന്നു, വിനിമയത്തിന് നാണയങ്ങൾ ഉണ്ടാകുന്നു, ലോഹങ്ങൾ കണ്ടുപിടിക്കുന്നു, ലോഹങ്ങൾ കൊണ്ട് നാണയങ്ങൾ ഉണ്ടാക്കുന്നു. അതുവരെ പശുവാണ് നാണയമെങ്കിൽ, അല്ലെങ്കിൽ മൃഗങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റ ഉപകരണമായി നിന്നതെങ്കിൽ, പിന്നീടത് ലോഹങ്ങൾ കൊണ്ടുള്ള നാണയങ്ങളായി മാറുന്നു. സ്വർണവും വെള്ളിയുമൊക്കെ വിനിമയ സാധനമായി മാറുകയാണ്. ഇങ്ങനെ വലിയ നിലക്കുള്ള പുരോഗതി വരാൻ തുടങ്ങുന്നു. ഉൽപാദനം കണ്ടമാനം വർദ്ധിക്കുന്നു. അപ്പോൾ ഒരു രാജ്യത്തിൽ നിന്ന് മറ്റൊരു രാജ്യത്തിന് ആവശ്യമായ സാധനങ്ങൾ കൊടുക്കുന്നു, ഇങ്ങോട്ട് വാങ്ങുന്നു. അങ്ങനെ കൊടുക്കൽ വാങ്ങൽ ഉണ്ടാവുന്നു. രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾ ഉണ്ടാവുന്നു. രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവുന്നു. ആ യുദ്ധങ്ങളിൽ ചില രാജ്യങ്ങൾ കീഴ്പ്പെടുന്നു, സാമ്രാജ്യങ്ങൾ ഉണ്ടാവുന്നു. ഇങ്ങനെ രാജ്യവും സാമ്രാജ്യവും രാജാക്കന്മാരും ചക്രവർത്തിമാരും എന്നുള്ള നിലയിലേക്ക് പുരോഗമിച്ച് അങ്ങനെ ഫ്യൂഡലിസം എന്ന വ്യവസ്ഥ തഴച്ചു വളരുമ്പോഴാണ് കച്ചവടം തുടങ്ങുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം, കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ നടക്കുന്നു. അങ്ങനെ മുതലാളിത്തത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യുകയാണ്. ലക്ഷണമൊത്ത മുതലാളിത്ത വിപ്ലവം, ജനാധിപത്യ വിപ്ലവം നടന്നത് ഫ്രഞ്ച് വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നു. 1789 മുതൽ 93 വരെ നടന്ന വ്യാവസായിക വിപ്ലവം. ആ വ്യാവസായിക വിപ്ലവമാണ് ലോകത്തിൽ ഏറ്റവും ആദ്യം നടന്ന ലക്ഷണമൊത്ത വിപ്ലവം എന്ന് പറയുന്നത്. ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ പുരോഗതി ദ്രുതഗതിയിൽ ഈ വ്യവസ്ഥയിൻ കീഴിൽ നടക്കുകയാണ്. മാർസിൻ്റെ കാലം എന്ന് പറയുന്നത് ഈ മുതലാളിത്ത വിപ്ലവം നടന്ന് മുതലാളിത്തത്തിൻ്റെ നല്ല പ്രസരിപ്പുള്ള, നല്ല യൗവനത്തോടെയുള്ള മുതലാളിത്ത വ്യവസ്ഥ കണ്ടിട്ടാണ് മാർസും ഏംഗൽസും ഈ ആശയങ്ങളെല്ലാം രൂപപ്പെടുന്നത്. മാർസ് തീർച്ചയായും പറഞ്ഞു, ഇതും മാറും എന്ന മാർസിൻ്റെ പ്രവചനമാണ് ഭരണവർഗത്തെ ചൊടിപ്പിച്ചത്. ഇത് മാറാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇത് മാറും, മാറിയേ പറ്റൂ എന്നുള്ള നിലയിൽ മാർക്സും ഏംഗൽസും തറപ്പിച്ചും ഉറപ്പിച്ചും പറഞ്ഞു. ഇതിൽ നിന്ന് എങ്ങോട്ട് എന്ന് മാർക്സ് പറയുകയുണ്ടായി. ഇതിൽ നിന്ന് സോഷ്യലിസത്തിലേക്ക് സമൂഹം പരിവർത്തനം ചെയ്യും. മുതലാളിത്തത്തിൻ്റെ പിറവിയോടെ തന്നെ അതിൻ്റെ അന്തകനും കൂടെ പറഞ്ഞിട്ടുണ്ട്. മുതലാളിത്തത്തിൻ്റെ അന്തകൻ തൊഴിലാളി വർഗമാണ്. ആ തൊഴിലാളി വർഗം മുതലാളിത്തത്തിനെതിരായ സമരത്തിൽ അന്തിമമായി വിജയിക്കും. ആ തൊഴിലാളി വർഗം ഒരു സോഷ്യലിസം എന്ന പുതിയ വ്യവസ്ഥ ഈ ലോകത്ത് കെട്ടിപ്പടുക്കും എന്നാണ് മാർക്സും ഏംഗൽസും ചേർന്ന് സമർത്ഥിച്ചത്. എന്താണ് സോഷ്യലിസം? സോഷ്യലിസം സാങ്കല്പികവും ശാസ്ത്രീയവും. ഏംഗൽസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയ പുസ്തകമാണ്, നമ്മളെല്ലാം വാങ്ങി വായിക്കേണ്ടതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ച മാർക്സിസത്തിൻ്റെ ബാലപാഠം എന്ന EMSൻ്റെ പുസ്തകത്തിലും സോഷ്യലിസം എന്താണ് എന്ന് ലളിതമായി ചുരുക്കി വിവരിക്കുന്നുണ്ട്. ഈ രണ്ട് പുസ്തകവും വായിച്ചാൽ നമുക്ക് സോഷ്യലിസം എന്താണ് എന്നത് കിട്ടും. മാർക്സിൻ്റെ ഒരു കണ്ടെത്തലല്ല സോഷ്യലിസം എന്നുള്ളത്. വാസ്തവത്തിൽ ക്രിസ്ത്യൻ മിഷണറിമാരാണ് ആദ്യം സോഷ്യലിസത്തെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത്. അതാണ് ഏംഗൽസിൻ്റെ ശാസ്ത്രീയവും സാങ്കല്പികവും എന്ന പുസ്തകത്തിൻ്റെ ഉള്ളടക്കം. അപ്പോൾ തീർച്ചയായും നമുക്ക് സോഷ്യലിസം എന്താണ് എന്ന് അങ്ങനെ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കണം. ആ സോഷ്യലിസ്റ്റ് വ്യവസ്ഥിതിയിൽ എല്ലാവരും അധ്വാനിക്കണം. അധ്വാനിച്ചാൽ അധ്വാനത്തിൻ്റെ തോതനുസരിച്ച് പ്രതിഫലം കിട്ടുന്ന ഒരു വ്യവസ്ഥയായിരിക്കും അത് എന്ന് മാർക്സ് വിവരിച്ചു. ആ വ്യവസ്ഥ അവിടെയും നിൽക്കില്ല, സോഷ്യലിസത്തിൽ നിൽക്കില്ല. അവിടുന്ന് മുന്നോട്ട് പോകും. അവിടുന്ന് മുന്നോട്ട് പോയിട്ടാണ് ആദ്യം നമ്മൾ കണ്ട പ്രാകൃത കമ്മ്യൂണിസത്തിന് പകരം ശാസ്ത്രീയ കമ്മ്യൂണിസം എന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് മനുഷ്യൻ എത്തിച്ചേരും. അത് ഒരു ഉയർന്ന സാമൂഹ്യ വ്യവസ്ഥയായിരിക്കും. എന്താണ് കമ്മ്യൂണിസം? കമ്മ്യൂണിസത്തിൻ്റെ മൂലതത്വങ്ങൾ എന്ന ഏംഗൽസിൻ്റെ വളരെ ചെറിയ ഒരു പുസ്തകമുണ്ട്. 25 ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങുന്ന ആ പുസ്തകം നമ്മൾ വളരെ ചെറിയ പുസ്തകമാണ്. അതും തീർച്ചയായും നമ്മൾ വാങ്ങി വായിച്ചാൽ എന്താണ് കമ്മ്യൂണിസം എന്ന് നമുക്ക് മനസ്സിലാക്കും. ശാസ്ത്ര വളർച്ച ഭൗതികവാദപരമാണ്. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെയും നേരിട്ടുള്ള പ്രയോഗത്തിലൂടെയുമാണ് ശാസ്ത്രം വളർന്നത്. നാം കാണുന്ന ഏതൊരു പ്രതിഭാസത്തിൻ്റെയും കാരണം കണ്ടുപിടിക്കുകയാണത്. ഏതൊരു വസ്തുവിനും പ്രതിഭാസത്തിനും ഒരു കാര്യവും കാരണവും ഉണ്ടാകും. കാര്യകാരണ സിദ്ധാന്തം, അതാണ് ചരിത്രപരമായ ഭൗതികവാദം. സന്ദർഭം, സാഹചര്യം, പ്രതിഭാസ കാരണങ്ങളാണ് കാര്യകാരണബദ്ധതയുടെ യുക്തിപരമായ പ്രവചനങ്ങളിലേക്ക് നയിക്കാൻ വേണ്ടി പറ്റും. ഒരു ഉദാഹരണം പറഞ്ഞാൽ കാലാവസ്ഥാ പ്രവചനം. എങ്ങനെയാണ് കാലാവസ്ഥ പ്രവചിക്കുക? നമുക്ക് പ്രവചിക്കാൻ പറ്റും കാലാവസ്ഥ. മേഘം പൊടുന്നനെ ഇരുളുക, ഒരു കാറ്റ് വരിക, കാർമേഘങ്ങൾ കാണുക, നമുക്ക് പ്രവചിക്കാം. ഇപ്പോൾ മഴ പെയ്യാൻ സാധ്യതയുണ്ട്. അത് കുറെ കൂടി ശാസ്ത്രീയമായി പ്രവചിക്കുന്നതാണ് കാലാവസ്ഥാ പ്രവചനം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവചനം അത് സംബന്ധിച്ച് യുക്തിവാദികളും ആശയവാദികളും തമ്മിൽ വലിയ തർക്കം നടന്നു. പ്രവചനം യുക്തി കൊണ്ട് പ്രവചിക്കുന്നതാണെന്നാണ് യുക്തിവാദികൾ. അതല്ല, പ്രവചിക്കണമെങ്കിൽ അതിന് ദൈവികമായ എന്തോ ഒരു കഴിവ് ഉണ്ടാവണം, അവർക്കേ പ്രവചിക്കാൻ കഴിയൂ എന്നതാണ് ആശയവാദികൾ. വസ്തുക്കളുടെ ചലനവും മാറ്റവും കാണാത്തതും ശാസ്ത്രബോധമില്ലാത്തതുമാണ് കേവലവാദം എന്ന് പറയുന്നത്. ഭൗതികവാദത്തിൽ അങ്ങനെയൊരു വാദമുണ്ട്, കേവലവാദം, കേവല ഭൗതികവാദം. അത് നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥയുടെ സംരക്ഷകരാണവർ. കേവലവാദികൾ
അത് നമ്മൾ അംഗീകരിക്കുന്ന ഭൗതികവാദമല്ല. എന്നാൽ വൈരുദ്ധ്യവാദത്തിൻ്റെ സ്വഭാവം കൂടി കണക്കിലെടുത്തിട്ടുള്ള ഭൗതികവാദമാണ് നമ്മൾ അംഗീകരിക്കുന്നത്. എന്താ ഈ വൈരുദ്ധ്യവാദത്തിൻ്റെ സ്വഭാവം? ചലനത്തെ അടിസ്ഥാനപ്പെടുത്തി നിൽക്കുന്ന ലോകത്തിൻ്റെ പ്രതിഭാസങ്ങളെ മനസ്സിലാക്കുന്നതിന് ഉതകുന്ന സമ്പ്രദായമാണ് വൈരുദ്ധ്യാത്മക രീതി. രണ്ട് അടിസ്ഥാനപരമായ സവിശേഷതകളാണ് ഈ രീതിക്ക് ഉള്ളത്. ഒന്ന്, ഒറ്റപ്പെട്ടു നിൽക്കുന്ന യാതൊന്നും ഭൂമുഖത്തില്ല, എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. രണ്ട്, ചലനമില്ലാത്ത ഒന്നും പ്രപഞ്ചത്തിലില്ല. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാറ്റമില്ലാത്തത് മാറ്റത്തിനു മാത്രം എന്ന് മാർക്സ് പറഞ്ഞു വെച്ചത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദം മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ അത് 3 ചോദ്യങ്ങളിലും അതിൻ്റെ ഉത്തരങ്ങളിലൂടെയും നമുക്ക് വ്യക്തമാക്കാം. എന്തുകൊണ്ട് മാറ്റം? എങ്ങനെ മാറുന്നു? ഏത് ദിശയിലേക്ക് മാറുന്നു? വിപരീതങ്ങളുടെ ഐക്യവും സമരവുമാണ് മാറ്റത്തിൻ്റെ കാരണം. എല്ലാ വസ്തുക്കളിലും പ്രതിഭാസങ്ങളിലും വിരുദ്ധ ശക്തികളോ വശങ്ങളോ അടങ്ങിയിരിക്കുന്നു. ഇത് സമൂഹത്തിലും കാണാം. അവ തമ്മിൽ യോജിപ്പുണ്ട്, അതാണ് അതിൻ്റെ അസ്തിത്വം. അവ തമ്മിൽ സംഘർഷമുണ്ട്, അതാണ് മാറ്റത്തിന് അടിസ്ഥാനം. ഈ പ്രതിഭാസം കണ്ടെത്താൻ മാർക്സിന് മുൻപുള്ള ദാർശനികന്മാർക്ക് കഴിഞ്ഞില്ല. മാറ്റങ്ങൾ പൊതുവിൽ 2 തരം. വിരുദ്ധ ശക്തികളുടെ പ്രവർത്തന ഫലമായി വരുന്ന മാറ്റങ്ങളാണ് 2 തരത്തിലുള്ളത്. ഒന്ന്, എണ്ണത്തിൽ വരുന്ന മാറ്റമാണ്. രണ്ടാമത്തത് സ്വഭാവത്തിൽ വരുന്ന മാറ്റമാണ്. എണ്ണത്തിൽ വരുന്ന മാറ്റം സ്വഭാവത്തിൽ വരുന്ന മാറ്റമായി തീരുമ്പോഴാണ് എടുത്തുചാട്ടം എന്ന് വിശേഷിപ്പിക്കുന്നത്. ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന സമാധാനപരമായ പരിവർത്തനത്തിനൊടുവിൽ എടുത്തുചാട്ടവും എന്ന രീതിയിലാണ് മാറ്റങ്ങൾ അഥവാ വിപ്ലവങ്ങൾ ഉണ്ടാകുന്നത്. ഗർഭാവസ്ഥയിലെ കുഞ്ഞിൻ്റെ വളർച്ചയും പ്രസവവും അതിന് ഉദാഹരണമായി നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സാവധാനത്തിൽ വളർന്ന് 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 വന്ന് ഒരു ദിവസം പൊടുന്നനെ പുറത്തേക്ക് വരുന്നു. വിപ്ലവത്തിൻ്റെ രീതിയും ഇതുതന്നെയാണ്. വളർച്ച പെട്ടെന്നുള്ള കുതിച്ചുചാട്ടമായി മാറുകയാണല്ലോ അവിടെയും ഉണ്ടാകുന്നത്. വിപ്ലവത്തിന് ജനങ്ങളെ സജ്ജമാക്കണമെങ്കിൽ അവരെ വിപ്ലവ ബോധത്തോടു കൂടെ സംഘടിപ്പിക്കുന്ന പ്രവർത്തനം നടക്കേണ്ടതുണ്ട്. അങ്ങനെ അളവിലുണ്ടാക്കുന്ന മാറ്റമാണ് വിപ്ലവത്തിലേക്ക് നയിക്കുന്നതും ഗുണപരമായ മാറ്റങ്ങൾക്ക് പ്രചോദനമായി തീരുന്നത്. ഈ മാറ്റം സൃഷ്ടിക്കാനാണ് നാം വിപ്ലവ ബഹുജന പാർട്ടി കെട്ടിപ്പടുത്ത് പ്രവർത്തിക്കുന്നത്. മാറ്റത്തിൻ്റെ രീതി നിഷേധത്തിൻ്റെ നിഷേധം എന്ന നിലയിലാണ്. ഒന്നിനെ നിഷേധിച്ചാണ് മറ്റൊന്നുണ്ടാകുന്നത്. അതും നിരന്തരം സംഘർഷഭരിതമാകും. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഏത് രംഗത്തും ഉത്ഭവം, പുരോഗമനപരമായ വളർച്ച, ക്ഷയം, നാശം, ഈ മാറ്റം തുടർന്നുകൊണ്ടേയിരിക്കും. പരിമിതികളെ മറികടക്കുന്ന പുതിയ ജനുസുകൾ വളർന്നു വരുമ്പോൾ അത് നിഷേധത്തിൻ്റെ നിഷേധമാണ്. ജൈവ പരിണാമം ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇനി നമുക്ക് ജ്ഞാന സിദ്ധാന്തത്തെക്കുറിച്ച് പഠിക്കാം. അറിവ് നേടുന്നവൻ ബുദ്ധിജീവി. ആരാണ് യഥാർത്ഥ ബുദ്ധിജീവി? മാർക്സ് എന്താ പറയുന്നത് നോക്കാം. ദർശനം അതിൻ്റെ ഭൗതികമായ ഉപകരണത്തെ കണ്ടെത്തുന്നത് തൊഴിലാളി വർഗത്തിലാണ് എന്നതുപോലെ തന്നെ തൊഴിലാളി വർഗം അതിൻ്റെ ബുദ്ധിപരമായ ഉപകരണത്തെ കണ്ടെത്തുന്നത് ദർശനത്തിലുമാണ്. അറിവിൻ്റെ അടിസ്ഥാനം മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതമാണ്. അറിവിനെ അളന്നു നോക്കാനുള്ള മാനദണ്ഡവും സാമൂഹ്യ ജീവിതം തന്നെ. മനുഷ്യൻ്റെ ഭൗതിക സ്വത്തെന്ന പോലെ ഏതെങ്കിലും ഒരു പ്രതിഭാശാലിയുടെ
വൈജ്ഞാനികമായ സമ്പത്തും വ്യക്തിപരമായതല്ല, സമൂഹത്തിൻ്റെ ആയാണ് അത് കാണേണ്ടത്. ഓരോ രാജ്യത്തും ദാർശനികന്മാർ ഉണ്ടായതും വളർന്നതും ആ രാജ്യത്തെ സാമൂഹ്യ സൃഷ്ടി എന്ന നിലക്കാണ്. സാഹചര്യങ്ങളാണ് ദർശനങ്ങൾക്ക് അടിത്തറ പാകിയത്. അവയ്ക്ക് കേന്ദ്രീകൃത രൂപമുണ്ടാക്കുക വഴിയാണ് വ്യക്തികൾ മഹാന്മാരായത്. ആചാര്യന്മാർ ആക്കിയത് സമൂഹമാണ്. നമുക്ക് ചുറ്റുമുള്ള നാം അടക്കമുള്ള വസ്തുനിഷ്ഠ പ്രപഞ്ചത്തിൽ നിന്നാണ് നാം അറിവ് നേടുന്നത് എന്നതിനാൽ അറിവിനും മാറ്റങ്ങളുണ്ടാകും. ചിന്തകൾക്ക് ഭൗതിക ലോകത്തെ സ്വാധീനിക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഇസങ്ങൾ ഉത്ഭവിക്കുകയും വളരുകയും വികസിക്കുകയും വിപ്ലവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നത്. അറിവിൻ്റെ സാമൂഹ്യവൽക്കരണവും അതിൻ്റെ ഭാഗമായുള്ള അന്വേഷണങ്ങളിലുമാണ് ഇന്ന് അറിവുകൾ രൂപപ്പെടുന്നത് എന്ന നില കൈവന്നിട്ടുണ്ട്. സിദ്ധാന്തവും പ്രയോഗവും എന്ന ലെനിൻ്റെ കൃതി ഇവിടെ ഏറെ പ്രസക്തമാണ്. അത് നമ്മൾ വായിക്കണം. സിദ്ധാന്തവും പ്രയോഗവും വി.ഐ. ലെനിൻ. ഏറെ പ്രസക്തമായ ഒന്നാണ് സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള ഐക്യം. ഏത് സിദ്ധാന്തവും ശരിയാണോ എന്ന് പരിശോധിക്കുന്നത് അത് പ്രയോഗിച്ചു നോക്കിയാണ്. പ്രയോഗത്തിൽ പോരായ്മ വരുന്ന സിദ്ധാന്തങ്ങൾക്ക് ദൗർബല്യങ്ങളുണ്ട്. അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് നവീകരിച്ച് വീണ്ടും പ്രയോഗിക്കണം. വൈരുദ്ധ്യാത്മക ഭൗതികവാദം സാമൂഹ്യ വികാസവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോഴാണ് അത് ചരിത്രപരമായ ഭൗതികവാദമായി തീരുന്നത്. വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ സവിശേഷ രൂപം എന്നാണ് ചരിത്രപരമായ ഭൗതികവാദത്തെ EMS വിശേഷിപ്പിച്ചത്. സാമൂഹ്യ പ്രതിഭാസങ്ങളെ ചരിത്രപരമായി സമീപിക്കുന്നതാണ് മാർക്സിയൻ രീതി എന്ന് സ്റ്റാലിനും പറഞ്ഞു വെക്കുന്നു. വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം സ്റ്റാലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. അത് നമ്മൾ വായിക്കണം. മനസ്സിലാക്കുക, വൈരുദ്ധ്യാത്മകവും ചരിത്രപരവുമായ ഭൗതികവാദം സ്റ്റാലിൻ. സാമൂഹ്യശാസ്ത്രങ്ങളുടെ രംഗത്തിന് മാർക്സിസം നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് ശാസ്ത്രീയമായ ഒരു ചരിത്രവീക്ഷണം. ചരിത്രം, അർത്ഥശാസ്ത്രം, രാഷ്ട്രവിജ്ഞാനം, സാംസ്കാരിക പുരോഗതിയുടെ നിയമങ്ങൾ മുതലായതിൻ്റെ എല്ലാം കാര്യത്തിൽ അതേവരത്തേതിൽ നിന്നും തികച്ചും വ്യത്യസ്തവും വിപ്ലവപരവുമായ ഒരു കാഴ്ചപ്പാടാണ് മാർക്സും ഏംഗൽസും കൂടി സൃഷ്ടിച്ചത്. സാമൂഹ്യ മാറ്റത്തിൻ്റെ നിയമങ്ങൾ മാർക്സിന് മുൻപുള്ള ദാർശനികന്മാർ ഉൾക്കൊണ്ടിരുന്നില്ല. ഗോത്ര സമൂഹത്തിൽ നിന്നും കുടുംബത്തിലേക്ക് വന്നപ്പോഴാണ് സ്വകാര്യ സ്വത്തുണ്ടായത്. കുടുംബം, സ്വകാര്യ സ്വത്ത്. ഏംഗൽസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് കുടുംബം, സ്വകാര്യ സ്വത്ത്. മുതലാളിത്ത വ്യവസ്ഥയിൽ ഉൽപാദന ശക്തികളുടെ വളർച്ച ത്വരിതഗതിയിൽ നടന്നു. ഉൽപാദന ശക്തികൾ എന്നാൽ എന്താണ്? അസംസ്കൃത വസ്തുക്കൾ, ഉൽപാദനോപകരണങ്ങൾ, അധ്വാനശേഷി എന്നിവ ചേരുന്നതാണ് ഉൽപാദന ശക്തികൾ. വിപ്ലവങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ്? ഉൽപാദന ശക്തികൾ വളരുമ്പോൾ ഉൽപാദന ബന്ധങ്ങൾക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ ഉൽപാദന ബന്ധങ്ങൾക്ക് മാറ്റം വരുന്നു. വിപ്ലവങ്ങൾ രൂപപ്പെടുന്നത് ഇങ്ങനെയാണ്. എങ്ങനെയാണ് വിപ്ലവം നടക്കുക? ഓരോ രാജ്യത്തിൻ്റെയും സാമൂഹ്യ വ്യവസ്ഥ വളർന്നു വന്നത് വ്യത്യസ്ത രീതിയിലാണ്. ലോകത്ത് വർഗസമരങ്ങൾ വികസിച്ചതും വിപ്ലവങ്ങൾ നടന്നതും വ്യത്യസ്ത രീതികളിലാണ്. ഉദാഹരണം, റഷ്യയെപ്പോലെയല്ല ചൈനീസ് വിപ്ലവം. ചൈനയിലും റഷ്യയിലും നടന്നതുപോലെയല്ല വിയറ്റ്നാമിലെ വിപ്ലവം. ക്യൂബയിൽ അതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു വിപ്ലവമാണ്. ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയാകട്ടെ പ്രാങ് മുതലാളിത്ത വ്യവസ്ഥ ബൂർഷ്വാ താൽപ്പര്യാർത്ഥം നിലനിർത്തുന്നു എന്ന് കാണാം.
എന്താണ് ഈ സാമൂഹ്യ വ്യവസ്ഥ? ഇവിടെ സാമ്പത്തിക ബന്ധങ്ങൾ അഥവാ അധ്വാനം, ഉൽപാദനം, ഉൽപാദന ബന്ധങ്ങൾ എന്നിവയാണ് പ്രാഥമികം. അതാണ് ഒരു സമൂഹത്തിൻ്റെ അടിത്തറ. നിയമങ്ങൾ, നീതിന്യായം, പട്ടാളം, ഭരണാധികാരികൾ സാമ്പത്തിക ബന്ധങ്ങളെ യോജിപ്പിക്കുന്നു. മനുഷ്യരുടെ നിലനിൽപ്പ് ഉറപ്പുവരുത്തുന്ന ഉപരിഘടനയാണ് മേൽക്കൂര. ഈ അടിത്തറയും മേൽക്കൂരയും ചേർന്നതാണ് സാമൂഹ്യ വ്യവസ്ഥ. വിശദീകരിക്കാൻ കുറേയുണ്ട്. വിശദീകരണത്തിലേക്ക് പോകാൻ മാത്രം നമുക്ക് സമയം ഇല്ല. പ്രത്യേകിച്ച് ഓൺലൈനിലാവുമ്പോൾ അത്രയേ സാധ്യമാകൂ എന്നതുകൂടി സഖാക്കൾ മനസ്സിലാക്കുക. ഇത്രയുമായാൽ മാർക്സിസ്റ്റ് ദർശനത്തിൻ്റെ ഒരു ഏകദേശ രൂപം നമ്മൾ പഠിച്ചു. നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കത്തിലേക്ക് ഇനി വരാം. മൊത്തത്തിലുള്ള ഒരു സംഗ്രഹത്തിലേക്ക് വരാം. അതൊരു 10 ഭാഗങ്ങളായി ഞാൻ പറയാം. ഒന്നാമത്, ആശയവാദവും ഭൗതികവാദവും തമ്മിൽ ഭിന്നതയും ഏറ്റുമുട്ടലും ഉണ്ട്. എന്നാൽ ഇത് ദാർശനികമല്ല. നിത്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും നാം എപ്പോഴും അത് അനുഭവിക്കുന്നതാണ്. 2, സ്ഥിരത, ചലനാത്മകത, ദ്രവ്യം, ഊർജം, ഉണ്ടാകലും ഇല്ലാതാകലും, ഉയർച്ചയും താഴ്ചയും, ജനനവും മരണവും ഒക്കെ ഒരേ പ്രക്രിയയുടെ 2 സ്വഭാവങ്ങളാണ്. അവയുടെ വൈരുദ്ധ്യാത്മക ബന്ധമാണ് ആ പ്രക്രിയകളെ നിലനിർത്തുന്നത്. മൂന്നാമത്, ഇത്തരം പ്രക്രിയകളെ മനസ്സിലാക്കാൻ സഹായിക്കുന്നത് ശാസ്ത്രബോധവും യുക്തിപരതയുമാണ്. വസ്തുവിൻ്റെ സ്വഭാവങ്ങളിലുള്ള വിപരീതങ്ങളെയും അവയുടെ ഏറ്റുമുട്ടൽ, അവയുടെ അളവുപരവും ഗുണപരവുമായ തലങ്ങളെയും നിഷേധാത്മകതയെയും ആശ്രയിച്ചാണ് വൈരുദ്ധ്യാത്മക സമീപനം രൂപപ്പെടുന്നത്. നാലാമത്, ഏതൊരു സമൂഹത്തിലും സാമ്പത്തിക ബന്ധങ്ങളാണ് പ്രാഥമികം. ഉൽപാദന ശക്തികളും ഉൽപാദന ബന്ധങ്ങളും സ്വത്തുടമാ രൂപങ്ങളും അതിൻ്റെ ഭാഗമാണ്. സാമ്പത്തിക ബന്ധങ്ങളെ നിലനിർത്തുന്ന മേൽക്കൂരയാണ് ഭരണകൂടവും നീതിന്യായ വ്യവസ്ഥകളും. ആശയ സംഹിതയും അടിത്തറയും മേൽക്കൂരയും ചേർന്നാണ് സമൂഹ രൂപങ്ങൾ. 5-ാമത്തെ കാര്യം, നിത്യജീവിതത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി മനുഷ്യൻ നടത്തുന്ന അധ്വാനത്തിൽ നിന്നാണ് ജീവിതത്തിനാവശ്യമായ ഉൽപ്പന്നങ്ങൾ, ഉൽപാദനോപകരണങ്ങൾ, ഉൽപാദനത്തിനുള്ള ഭൗതിക സൗകര്യങ്ങൾ തുടങ്ങിയവ രൂപപ്പെടുന്നത്. ഇവയുടെ ഫലമായി സൃഷ്ടിക്കപ്പെടുന്ന അറിവുകളാണ് പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ അറിവായി വികസിക്കുന്നത്. ഈ ശാസ്ത്രീയമായ അറിവുകളിൽ നിന്നാണ് ഉൽപാദനത്തിൻ്റെ വികാസവും അതിനാവശ്യമായ വിഭവ സമാഹരണത്തിൻ്റെയും സാങ്കേതിക വിദ്യകളുടെയും വികാസവും ഉണ്ടാകുന്നത്. മനുഷ്യൻ മഹാശക്തനാകുന്നത് അങ്ങനെയാണ്. 6-ാമത്, മനുഷ്യ വികാസത്തിൻ്റെ നേട്ടങ്ങൾ അനുഭവിക്കാൻ ഒരു ചെറു ന്യൂനപക്ഷത്തിന് മാത്രമേ സാധിക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷത്തിനും അവകാശങ്ങൾ നിഷേധിക്കുന്നു. ധനികരും ദരിദ്രരും തമ്മിലുള്ള അന്തരം കൂടുന്നു. 7-ാമത്, സാമൂഹ്യ മാറ്റങ്ങൾ 2 വിധത്തിലുണ്ട്. അളവുപരമായ മാറ്റങ്ങളും ഗുണപരമായ മാറ്റങ്ങളും. പടിപടിയായ വളർച്ച അളവുപരം, സാമൂഹ്യ ഘടനയെ തകർത്ത് പുതിയത് ഉരുത്തിരിയുന്നത് ഗുണപരം. 8-ാമത്തെ കാര്യം, സാമൂഹ്യ വിപ്ലവങ്ങൾ നിലവിലുള്ള സമൂഹ ഘടനയെ തകർക്കൽ മാത്രമല്ല, പുതിയ സമൂഹത്തെയും ഘടനയെയും സൃഷ്ടിക്കുക കൂടി ചെയ്യുന്നു.
പുതിയ സമൂഹഘടന വന്നാൽ പഴയതിൻ്റെ അംശങ്ങൾ ഉൾപ്പെടും. പുതിയ സമൂഹഘടനയ്ക്ക് വിപരീതമായ പഴയതിനെ മാത്രമേ തകർക്കുകയുള്ളൂ. സാമൂഹ്യ വിപ്ലവ പ്രക്രിയ എങ്ങനെയായിരിക്കുമെന്നത് മൂർത്തമായ ഭൗതിക സാമൂഹ്യ സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടാണിരിക്കുക. 9. മാർക്സിസം കേവലമായ സിദ്ധാന്തമല്ല. മൂർത്തമായ ഭൗതിക സാഹചര്യങ്ങളുടെ മൂർത്തമായ വിശകലനത്തിനനുസരിച്ചാണ് മാർക്സിസ്റ്റ് വിപ്ലവ സിദ്ധാന്തം രൂപം കൊള്ളുന്നത്. ഓരോ പ്രദേശത്തിലെയും ജനസമൂഹങ്ങളുടെയും വളർച്ചയുടെ ചരിത്രപരമായ സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള പ്രയോഗരീതിയാണ് രൂപപ്പെടുത്തേണ്ടത്. 10. ഇന്ത്യൻ മുതലാളിത്തത്തിൻ്റെ വികസനത്തെയും പ്രാങ് മുതലാളിത്ത വ്യവസ്ഥയുമായി അതിൻ്റെ ആശയസംഹിതകളുമായി മുതലാളിത്തം ഏർപ്പെട്ടിരിക്കുന്ന സന്ധിയെയും സമകാലീന സാഹചര്യങ്ങളെയും വിലയിരുത്തിയാണ് ഇന്ത്യൻ വിപ്ലവ പാത എന്തായിരിക്കുമെന്ന് നിർണയിക്കേണ്ടത്. അതുകൊണ്ടാണ് നമ്മുടെ പാർട്ടി ഇന്ത്യൻ വിപ്ലവപാത ജനകീയ ജനാധിപത്യ വിപ്ലവപാതയായിരിക്കണം എന്ന് നിശ്ചയിച്ച് പാർട്ടി പരിപാടി തയ്യാറാക്കിയത്. ഇത്രയും പറഞ്ഞുകൊണ്ട് മാർക്സിയൻ ദർശനം എന്ന ക്ലാസിൻ്റെ ഒരു രത്ന ചുരുക്കം ഞാനിവിടെ അവസാനിപ്പിക്കാം. സഖാക്കൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. അറിയാവുന്ന ഉത്തരങ്ങൾ പറയാൻ ശ്രമിക്കാം. അറിയാത്തവ അറിയില്ല എന്ന് തന്നെയും പറയും. പഠിച്ച് പിന്നെ പറയാം എന്ന് പറഞ്ഞ് നിർത്തുകയും ചെയ്യും. സഖാക്കളെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യുന്നു. ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു.